എടാ മക്കളെ, നമ്മൾ ദുബായിൽ വന്നിട്ട് എൻ്റെ ഏറ്റവും വലുതായിട്ടുള്ളൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. എന്താണെന്നല്ലേ ഇതേ കാണും. ഞാനിവിടെ വരെ എങ്ങനെ എത്തിയത് നിങ്ങൾക്ക് അറിയണ്ടേ? എങ്കിൽ പോയി കണ്ടിട്ടോ. ഗൈസ്, നമ്മളപ്പോൾ ദുബായ് മാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് കാണാനായിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് വെള്ളത്തിൽ ചാടിച്ചാവുന്ന കുറച്ച് പേരുണ്ട്, അവരെ കാണാം വാട്ടർഫാളിലായിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തുപ്പുന്ന വേറൊരു ഫൗണ്ടെയിൻ. അതുപോലെ തന്നെ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കെട്ടിടം ആയിട്ടുള്ള ബുർജ് ഖലീഫ ഇതിനകത്ത് തന്നെയാണ്. ഇതിനകത്തല്ല, ഇതിന്റെ തൊട്ട് വെളിയിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്ന് വന്നേക്കുന്നത്. വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ കുറെ നേരം കൊണ്ട് ഈ ആൾക്കാർ ചാടിച്ചാവാൻ നോക്കുന്ന ഒരു വാട്ടർഫാൾ ഇവിടെ ഉണ്ട്. അത് തപ്പി നടക്കുകയാണ്. അത് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. A few moments later. Call the ambulance. ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകളുണ്ട്. വെള്ളം കുടിക്കാനും വല്ലതും കഴിക്കാനായിരുന്നാൽ പോലും ഇഷ്ടംപോലെ. പക്ഷേ എന്നെ കൊന്നാലും ഇതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ അടിച്ചു കുടിക്കില്ല. നമുക്ക് വെളിയിൽ പോയി വെള്ളം കുടിക്കുന്നതാണ്. അയ്യോ, ഇതിപ്പോൾ കയറി ഇറങ്ങുന്ന എത്രാമത്തെ എസ്കലേറ്റർ ആണെന്ന് എനിക്ക് പോലും ഒരു പിടിയില്ല. അയ്യോ, നിങ്ങളെന്നെ കണ്ടു ഇങ്ങനെ താഴോട്ട് എത്രാമത്തെ എസ്കലേറ്റർ ആണെന്ന് കയറിയത് പോലെ എനിക്കൊരു പിടിയില്ല. നടന്ന് കിടന്ന് ഒരു പരുവായി. കാണാൻ ആഗ്രഹിച്ചിരുന്ന സാധനം എന്താ, ലൈറ്റ് ഷോ. വേൾഡിന്റെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫയിൽ അങ്ങനെ ദുബായിൽ വന്നിട്ട് നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ കാണാൻ വന്നു. കണ്ട് ഇങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അതാണ് ഓരോ മലയാളികളെ ഈ ദുബായിൽ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ വന്ന സമയത്ത് എനിക്ക് കിട്ടാതിരുന്നൊരു ഹോപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് കിട്ടിയിരിക്കുകയാണ്. സത്യം, ഇപ്പോൾ ഒരു ഹോപ്പുണ്ട്, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഹോപ്പ്. വാട്ടർ ഷോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഡനായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് നിന്നപ്പോഴേക്കും പെട്ടെന്നായിരുന്നു ടൂണ് വീണതും പാട്ട് വീണതും ഇതുപോലെ വാട്ടർഫാൾ കാണാൻ പറ്റിയതും ഒക്കെ. എന്തായാലും
കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സത്യം പറയല്ലേ, ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. ഇത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനേ കുറേ നേരം കൊണ്ട് ഒരു കാര്യം ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് എനിക്ക് വേറെ പലതൊക്കെ തോന്നുന്നു, പക്ഷേ ഇത് എന്തരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്നെ നോക്കിയാൽ എന്തരാണോ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്തരാണെന്ന്. എനിക്ക് പക്ഷേ കണ്ടിട്ട് വേറെ എന്തൊക്കെയോ ആണ് തോന്നുന്നത്. ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ ഒരൊറ്റ കാര്യവും, മുടിയൊക്കെ ചീവി ഒതുക്കി വൃത്തിയായിട്ട് നിൽക്കുന്നത് നോക്കി കണ്ണാടി പോലെ യൂസ് ചെയ്യാം. ആൾക്കാരൊക്കെ വലിയ കാര്യമായിട്ട് ചേർന്ന് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്കിതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല സംഭവം ഇത് എന്തരാണെന്ന്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറിവുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് അറിയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ബുർജ് ഖലീഫ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ബുർജ് ഖലീഫ പണിയുന്ന സമയത്ത് നമ്മുടെ ദുബായ് ഷേക്കിൻ്റെ കയ്യിൽ ഒരു പൈസ തികയാണ്ട് വരികയും അതിനെ തുടർന്ന് അന്നത്തെ UAE ഫോർമൽ പ്രസിഡൻ്റ് ആയിട്ടുള്ളതും അബുദാബി ഷേക്ക് ആയിട്ടുള്ള ഷേഖ് ഖലീഫ ബിൻ സായിദ് എന്ന് പറയുന്ന രാജാവിനോട് ഒരു സഹായം ചോദിക്കുകയും അതിന് പകരമായിട്ട് രാജാവ് തിരിച്ചു ചോദിച്ചതാണ് ബുർജ് ഖലീഫയ്ക്ക് എൻ്റെ പേര് ഇടണം. അങ്ങനെയാണ് ബുർജ് ദുബായ് എന്നുള്ള ഈ ഒരു കെട്ടിടം, ഈ കൂറ്റൻ കെട്ടിടം ബുർജ് ഖലീഫയായി മാറിയത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കിട്ടിയത്. ഇത് ആദ്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിലും സാരമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറഞ്ഞത്. ഇത് കണ്ടിട്ട് വലിയൊരു തുളയൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്, പിന്നെ ചെറിയൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇത് എന്തരാണെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ബുർജ് ഖലീഫ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബുർജ് ഖലീഫ എക്സ്പ്ലോർ ചെയ്തതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് 1,00,000 വ്യൂസും അതുപോലെ തന്നെ 20K ലൈക്കും തന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ എങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂറ്റൻ കെട്ടിടം, ഈ ബുർജ് ഖലീഫയ്ക്ക് അകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യും ഞാൻ. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഈ വാക്ക് ഞാൻ പാലിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്താണ്? 1,00,000 വ്യൂസും അതുപോലെ തന്നെ 20K ലൈക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.